+2 മാത്സ് ടോപ്പിക്കിലാണ് നമ്മൾ ക്ലാസ് തുടങ്ങുന്നത്. ആദ്യത്തെ ചാപ്റ്റർ റിലേഷൻ ഫംഗ്ഷൻ, രണ്ടാമത്തെ ചാപ്റ്റർ ഇൻവേഴ്സിംഗ് ഓർഡർ, മൂന്നാമത്തെ ചാപ്റ്റർ മെട്രിക്സ്. ഇതിൽ മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം കുറച്ചുകൂടി പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ് മെട്രിക്സ്. ടോപ്പിക് ഒന്ന് നോക്കാം. അത് വരുന്നത് എന്താണ് മെട്രിക്സ് എന്നുള്ളത്, അതിൻ്റെ ഓർഡർ, മെട്രിക്സിൻ്റെ ഓർഡർ ഉണ്ടാകും, അതെന്താണെന്നുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ജനറൽ ഫോം, എന്താണ് മെട്രിക്സിൻ്റെ ജനറൽ ഫോം. അതുപോലെ ടൈപ്സ് ഓഫ് മെട്രിക്സ്, പല ടൈപ്പ് മെട്രിക്സുകളുണ്ട്, അതെന്താണെന്നുള്ളതും. മെട്രിക്സിൻ്റെ ഓപ്പറേഷൻസ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് ട്രാൻസ്പോസ്, മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ്. ലാസ്റ്റ് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ഓർ എലമെൻ്ററി ഓപ്പറേഷൻ. അത്രയാണ് നമ്മളെ ഈ ചാപ്റ്ററിലെ കണ്ടന്റ്. സിമ്പിളായിട്ടുള്ള എളുപ്പമുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. ഓക്കെ, നോക്കാം. മെട്രിക്സ്, ഓർഡർ, ജനറൽ ഫോം, ടൈപ്സ് ഓഫ് മെട്രിക്സ്, ഓപ്പറേഷൻസ്, ട്രാൻസ്പോസ്, എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ. ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് കണ്ടന്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നോക്കാം മെട്രിക്സ്. എന്താണ് മെട്രിക്സ്? മെട്രിക്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്പേഴ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ്, അതിനെ ഒരു റോ കോളം അറേഞ്ച്മെൻറ്റിൽ എഴുതിയാൽ, റോ കോളം മീൻസ് വരിയും നിരയുമായിട്ട് എഴുതുമ്പോൾ, ഫോർ എക്സാമ്പിൾ 2 3 5 6 1 5. ഓക്കെ, അതിനെ ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടും അല്ലെങ്കിൽ നോർമൽ ബ്രാക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ എഴുതാൻ പറ്റും. ഇതാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത് ഈ രൂപത്തിൽ. ഇത് മാത്രമല്ല, നമ്പേഴ്സ് മാത്രമല്ല, ഫങ്ഷൻസും ആവാം. ഫോർ എക്സാമ്പിൾ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, 0 1 തീറ്റ, ഈ രൂപത്തിലും. അങ്ങനെ ഫങ്ഷൻസിനെയോ അല്ലെങ്കിൽ നമ്പേഴ്സിനെയോ ഒരു റെക്ടാങ്കുലർ അറേ അറേഞ്ച്മെന്റ്, വരിയും നിരയുമായിട്ട് എഴുതിയിട്ടുള്ളത്, അതിനെയാണ് ഉപയോഗിക്കാൻ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മെട്രിക്സ് ആകുമ്പോൾ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എത്ര റോ, ഇവിടെ 2 ആണ്, എത്ര കോളംസ് 3 ആണ്. അതിന് നമ്മൾ ഒരു ഇൻറ്റു ഇട്ട് ഡിനോട്ട് ചെയ്യും. റീഡ് ബൈ 2/3, അപ്പോൾ ഇതിൻ്റെ ഓർഡർ 2/3, അതായത് 2 റോയും 3 കോളംസും, 2 റോയും 3 കോളംസും. എങ്കിൽ ഇതിൻ്റെ എന്തായിരിക്കും വരിക? 2 റോയും 2 കോളം, 2/2, ഓർഡർ വരിക 2/2 ആണ്. സിമിലർലി ഇവിടുത്തെ കേസിൽ 1 2 3 റോ ആൻഡ് 2 കോളം, 3/2. ഇപ്പം ജനറലി m റോസും n കോളംസും ഉണ്ടെങ്കിൽ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് m/n, m ഇൻറ്റു n എന്നാണ് എഴുതുക, m/n എന്നാണ് വായിക്കുക. ഓക്കെ, ഇതിൽ വേറെ കാര്യങ്ങൾ നോക്കാം. 2/3 എന്ന് പറയുമ്പോൾ 2 × 3 6. ദർ ആർ 6 എലമെന്റ്സ്. അതിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 1 2 3 4 5 6 6 എലമെന്റ്സ്. അതേപോലെ 2/2 ആകുമ്പോഴും 4 എലമെന്റ്സ് ഉണ്ട്. 3/2 6 എലമെന്റ്സ് ഉണ്ട്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാം, 6 എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതാ 2/3 അറേഞ്ച്മെന്റും പറ്റും, 3/2 അറേഞ്ച്മെന്റിലും പറ്റും. ഓക്കെ, അപ്പോൾ അതിന് എത്ര റോ ഉണ്ട്, എത്ര കോളം ഉണ്ട് എന്ന് എഴുതുന്നതാണ് അതിൻ്റെ ഓർഡർ. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞ് എന്താണ് മെട്രിക്സ് എന്ന് പറഞ്ഞു, അതിൻ്റെ ഓർഡർ എന്താണ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ പറഞ്ഞ കേസിൽ 4 എലമെന്റ്സ് ആണെങ്കിൽ അതിന് 2/2 ഓർഡർ ചെയ്തു. അതിന് 2 5 6 5 എന്ന് എഴുതിയാൽ, ഒരൊറ്റ റോ മാത്രമായിട്ട് എഴുതുകയാണെങ്കിൽ ഒരു റോയിൽ 4 കോളായിട്ട് 1/4, അല്ലെങ്കിൽ തിരിച്ച് 2 5 6 5 ഇവിടെ വരുമ്പോൾ 4/1. അപ്പോൾ 4 എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിനെ 2/2 ആയിട്ട് ആ രൂപത്തിൽ അറേഞ്ച് ചെയ്യാം, 1/4 ആയിട്ട് അറേഞ്ച് ചെയ്യാം, 4/1 ആയിട്ട് അറേഞ്ച് ചെയ്യാം. എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു അതാണ് അതിൻ്റെ ഓർഡർ. എത്ര റോസ് ഉണ്ട്, എത്ര കോളംസ് ഉണ്ട് എന്നതാണ് അതിൻ്റെ ഓർഡർ. ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, മെട്രിക്സ് എന്ന് പറഞ്ഞാൽ റോ കോളം അറേഞ്ച്മെന്റ്.
ഓർ റെക്ടാങ്കുലർ അറേഞ്ച്, ചതുരപ്പെട്ടിയായിട്ട് അറേഞ്ച് ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? മാട്രിക്സ് എന്ന് പറയുന്നത്. മാട്രിക്സ് എന്ന് സിംഗുലർ ആണ്, ഒന്നായിട്ട് പറയുന്നത് മാട്രിക്സസ്. ഓക്കെ, അതിൻ്റെ ഓർഡർ പറയും. ഇനി അതിൻ്റെ ജനറൽ ഫോം. ഒരു മാട്രിക്സിന് സാധാരണഗതിയിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ മാട്രിക്സ് എ എന്നുള്ള മാട്രിക്സായി ഡിനോട്ട് ചെയ്യാം, ഈ മാട്രിക്സ് ബി എന്ന് ഡിനോട്ട്, ഇതുപോലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിട്ടാണ് നമ്മൾ മാട്രിക്സ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതിലെ എലമെന്റ്സ് ഒരു 2x2 മാട്രിക്സ് കൺസിഡർ ചെയ്യാണ്. എ എന്നുള്ളത് 2x2 മാട്രിക്സ് ആണെങ്കിൽ എ ഈക്വൽ ടു, ഞാൻ അതിലെ എലമെന്റ്സ് A11 ദാറ്റ് മീൻസ് ഫസ്റ്റ് കോളത്തിൽ, ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ, എഗെയിൻ ഫസ്റ്റ് റോയിൽ സെക്കൻഡ് കോളത്തിൽ, ഇത് രണ്ടാമത്തെ A21 ആൻഡ് A22. അപ്പോൾ ഇവിടെ ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് സഫിക്സ് ആയിട്ട് സൂചിപ്പിച്ചുള്ള അതിൻ്റെ പൊസിഷനാണ്. ഓക്കെ, ഫസ്റ്റ് റോല് ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോല് സെക്കൻഡ് കോളം, സെക്കൻഡ് റോല് ഫസ്റ്റ്, സെക്കൻഡ് റോല് സെക്കൻഡ്. ഓക്കെ ആണല്ലോ. ഇതിനെ ഡിനോട്ട് ചെയ്യാറുള്ളത് A ഈക്വൽ ടു AIJ, where I ഈക്വൽ ടു 1 2. I എന്നുള്ള റോന്റെ നമ്പേഴ്സ് ആണ്, രണ്ട് നമ്പേഴ്സ്, J ഓൾസോ 1 2. ഓർ A എന്നുള്ള മാട്രിക്സ് AIJ ഡിനോട്ട് ചെയ്തു ഓർഡർ 2x2, ഈ രൂപത്തിൽ ഡിനോട്ട് ചെയ്തു. ബട്ട് ജനറലി m റോസും n കോളംസ് ഉണ്ടെങ്കിൽ, m റോസും n കോളംസ് ഉണ്ടെങ്കിൽ നമുക്കതിനെ ഒരു മാട്രിക്സ് ശ്രദ്ധിക്കുക, ബി എന്നുള്ള മാട്രിക്സ് എടുത്തു. തൽക്കാലം എലമെന്റ് ബി ij ഓഫ് ഓർഡർ m/n. ദാറ്റ് മീൻസ് അതിൻ്റെ വാല്യൂ i എന്നുള്ളത് 1 മുതൽ m വരെ വരും, അതായത് m കോളംസ് ഉണ്ടാവും, m കോളംസ് ഉണ്ടാവും. അതുപോലെ 1 മുതൽ n വരെ n റോസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ രൂപത്തിൽ ഡിനോട്ട് ചെയ്യാം. ഓർഡർ 2x2 ആണെങ്കിൽ ഈ രൂപത്തിൽ എഴുതാം. ഇനി 3x3 മാട്രിക്സ് ആണെങ്കിൽ ശ്രദ്ധിക്കാം, 3x3 മാട്രിക്സ് ആണെങ്കിൽ ഇപ്പോൾ D എന്നുള്ളൊരു മാട്രിക്സ് എടുത്തു, ഡിവൈഡഡ് ബൈ D ij ഓവർ 3x3. ദാറ്റ് മീൻസ് അതിൻ്റെ വാല്യൂ 1 2 3 വരാം, ജെൻ്റെ വാല്യൂ 1 2 3 വരാം. നമുക്ക് ഡിനോട്ട് ചെയ്യാം D11 D12 D12 and D21 D22 D22 D31 D32 D32. ഓക്കെ, ഇത് ഓരോ എലമെന്റ്സിന്, ആ പൊസിഷനിലെ എലമെന്റ്സിന് സൂചിപ്പിക്കുന്നു. അപ്പോൾ ജനറൽ ഫോം ഈ ഒരു ഫോമിലാണ്, AIJ എന്നുള്ള രൂപത്തിലാണ് നമ്മൾ എഴുതുക. എലമെന്റ്സിന് A11 A12 പൊസിഷനാണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ 2 എന്ന് പറയുമ്പോൾ 2x2 ആണ്, അതിൻ്റെ ഓർഡർ അതായത് ലാസ്റ്റ് എലമെന്റ് 3x3 3x3 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പറഞ്ഞത്. ഒന്ന് നോക്കാം, എന്താണ് മാട്രിക്സ് എന്നത്? റോ കോളം അറേഞ്ച്മെന്റ്. മാട്രിക്സ് എന്ന് പറഞ്ഞത് റോ കോളം അറേഞ്ച്മെന്റ് ആണ് മാട്രിക്സ്. ഓർഡർ എന്ന് പറഞ്ഞാൽ എത്ര റോയും എത്ര കോളവും ഉണ്ടോ അതിന് നമ്മൾ m/n ഫോമിൽ പറയുന്നതാണ് അതിൻ്റെ ഓർഡർ. ഇത് ജനറൽ ഫോം, അതിന് ജനറലൈസ് ചെയ്തിട്ട് ലെറ്റേഴ്സ് ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്, അതിൻ്റെ പൊസിഷന് ഡിനോട്ട് ചെയ്തിട്ട് എലമെന്റ്സ് പൊസിഷന് എലമെന്റ് ആയിട്ട് A11 A12 ഏത് പൊസിഷനിൽ ഏത് എലമെന്റ് എന്നുള്ള ഡിനോട്ട് ചെയ്യുന്നതാണ് ഇതിൻ്റെ ജനറൽ ഫോം. ഒരു ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. A എന്നുള്ള മാട്രിക്സ് 2 3 5 6 7 8 2 3 5 6 7 8 എങ്കിൽ ഇതിൻ്റെ A11 എന്നുള്ള ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെന്റ് ഏതാ? 2 ആണ്. വാട്ട് അബൌട്ട് A23? സെക്കൻഡ് റോയിൽ തേർഡ് ഏതായിരിക്കും വരിക? സെക്കൻഡ് റോയിൽ തേർഡ് ഏതാ? 8. യെസ്. Now A13, which one? 1 3. Yes, 5. എങ്കിൽ what about A21? സെക്കൻഡ് റോയിൽ ഫസ്റ്റ്, സെക്കൻഡ് റോയിൽ ഫസ്റ്റ് ഏതായിരിക്കും? സെക്കൻഡ് റോയിൽ ഫസ്റ്റ് 6. ഓക്കെ, അപ്പോൾ അതിൻ്റെ പൊസിഷന് കാണിക്കുന്നത് ഈ രൂപത്തിലാണ്. മാട്രിക്സ് എന്താണെന്ന് പറഞ്ഞു, ഓർഡർ എന്താണെന്ന് പറഞ്ഞു, ജനറൽ ഫോം. ജനറൽ ഫോം അതിൻ്റെ നോട്ട്സ് നമുക്ക് PDF ആയിട്ട് അതിൻ്റെ കൂടെ അയക്കാം. അപ്പോൾ അത് നോക്കിയാൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, പറഞ്ഞ കാര്യങ്ങളൊന്നും നോക്കുക,
അതിനുശേഷം PDF ഫയൽ നോക്കി കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ആണ്, ജസ്റ്റ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ, നമ്മൾ തേർഡ് ചാപ്റ്റർ മാട്രിക്സ് അതിൽ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മറ്റു വീഡിയോ നമ്മൾ പിന്നാലെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് നോക്കിയിട്ട് തുടക്കമായതുകൊണ്ടാണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു.